ഹായ് ഹലോ. അതെ, നമ്മുടെ കുഞ്ഞൻകുട്ടി നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞുതരാന്ന് പറഞ്ഞു. അപ്പൊ അവളുടെ പാട്ടൊക്കെ നിങ്ങൾ കേട്ടില്ലേ? നല്ല അടിപൊളിയായിട്ട് അവള് പാട്ട് പാടിയില്ലേ? ഇനി അവൾക്ക് കഥ പറയണം എന്നാ പറയണേ. അപ്പൊ നമുക്ക് അവളോട് ചോദിക്കുക ഏത് കഥയാ പറയണേന്നിട്ടാ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ഇട്ടോളൂ കേട്ടാ. ഇന്ന് എന്ത് കഥയാ പറയണേ കുഞ്ഞേ? ആ ആ പറയ്. യേശു സുധീർക്കട്ടെ ഒരുപാട് സുധരോടെയാണോ ചോദിച്ചത് അല്ലേ? എന്നാൽ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ വിഷമിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട് നമ്മുടെ ചുറ്റും. എപ്പോഴെങ്കിലും നമ്മൾ അവരെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ധനവാനും ലാസറും ഒരു കഥയുണ്ട്. ആ കഥ നമ്മെ ഭക്ഷണം കഴിക്കുമ്പോൾ തരുന്നെങ്കിൽ അതൊന്ന് കിട്ടാൻ വേണ്ടി കൊതിയോടെ നോക്കിയിരിക്കും. ധനവാനാകട്ടെ അതൊന്നും ചിന്തിച്ചതില്ല. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ലാസർ മരിച്ചു പോയി. പിന്നീട് മാലാഖമാർ വന്ന് ലാസറിനെ സ്വർഗത്തെ കൊണ്ടുപോയി. എന്നിട്ട് സ്വർഗത്തെ കൊണ്ടുപോയിട്ട് എന്തുണ്ടായേ? മാലാഖമാർ സ്വർഗത്തെ കൊണ്ടുപോയി. പിന്നീട് ധനവാനും മരിച്ചു. ധനവാ പോയത് അങ്ങോട്ടാന്ന് അറിയാമോ? നരകത്തിലേക്ക്. അവിടെ തീയിൽ കഷ്ടപ്പെടുമ്പോ ധനവാ കണ്ണുയർത്തി നോക്കി. അപ്പോൾ ഉണ്ടല്ലോ അങ്ങ് ദൂരെ അബ്രാഹത്തിന്റെ മടിയിൽ സുഖമായി കിടക്കുന്നു നമ്മുടെ ലാസർ. ഉടനെ ധനവാ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നെ നീ കഥയെന്ന് കനിയണമേ. ഞാൻ തീയിൽ കിടന്ന് കശുവന്താവ് കാണുന്നില്ലേ? അബ്രഹാം പറഞ്ഞു, ജീവിച്ചിരിക്കുമ്പോൾ ലാസറിന് കശാദുകൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, നിനക്ക് എല്ലാ സന്ദേശവും ഉണ്ടായിരുന്നില്ലേ? മാത്രമല്ല നമുക്ക് നടുവിൽ വലിയൊരു കരുത്തമുണ്ട്. പിന്നെ എങ്ങനെ വരാനാ? ഇത് കേട്ടപ്പോ ധനവാ പറഞ്ഞു, ശരി, അങ്ങനെയെങ്കിൽ എന്റെ വീട്ടിലേക്കൊന്ന് ലാസൻ അയക്കാമോ? എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരെങ്കിലും നരകത്തിൽ വരാതെ രക്ഷപ്പെടട്ടെ. അതുകൊണ്ട് കൂട്ടുകാരെ, നമുക്ക് ലാസനെ പോലെ സ്വർഗത്തേക്ക് ഒരാൾ ചെന്ന് പറഞ്ഞാലും വെച്ചാൽ നന്നായി ജയിക്കും. അവർ പറയുന്ന അനുസരിക്കട്ടെ. അതുകൊണ്ട് കൂട്ടുകാരെ, ലാസന്റെ പോലെ നമുക്കും സ്വർഗത്തേക്ക് പോകണ്ടേ? അതിനെന്ത് ചെയ്യണമെന്നോ? നമുക്കുള്ളതെല്ലാം അമ്മച്ച് പങ്കുവയ്ക്കണം. പിന്നെ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം. അങ്ങനെയൊക്കെ ചെയ്താലേ നമുക്ക് സ്വർഗത്തേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഈശോ നമ്മെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.